ധർമ്മസ്ഥല വിവാദത്തിൽ വൻ വഴിത്തിരിവ്. മകളില്ലെന്ന് സമ്മതിച്ച് പരാതിക്കാരി സുജാത ഭട്ട്. ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അനന്യ ഭട്ട് എന്ന മകളെ കാണാതായി എന്ന് താൻ കള്ളം പറഞ്ഞതാണെന്ന് സുജാത ഭട്ട് ഒടുവിൽ സമ്മതിച്ചു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സുജാതയുടെ തുറന്നു പറച്ചിൽ. മലയാളിയായ ജയന്തി, ഗിരീഷ് മട്ടന്നവർ എന്നിവരാണ് തന്നെ കള്ളം പറയിപ്പിച്ചത് എന്നും സുജാത പറഞ്ഞു. തന്റെ കുടുംബ സ്വത്ത് ക്ഷേത്രത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. ആ അവസരം മുതലെടുത്താണ് ഇത്തരമൊരു കാര്യം പറഞ്ഞ് ജയനും ഗിരീഷും തന്നെ സമീപിച്ചത്. പിന്നീട് ഇവരുടെ നിർദ്ദേശപ്രകാരം മകളെ കാണാനില്ലെന്ന് കള്ളം പറഞ്ഞുവെന്നും സുജാത ഭട്ട് കന്നഡയിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സുജാത പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മകളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അസ്ഥി കഷ്ണമെങ്കിലും കണ്ടെത്തി തരൂ എന്ന് പറഞ്ഞാണ് അവർ ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ഇവർ നിറം പിടിച്ച കുറെ കഥകളും ഓരോ ദിവസവും ഗൂഢസംഘത്തിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ധർമ്മസ്ഥലയിൽ വെച്ച് കൊല്ലപ്പെട്ടെന്ന് ആരോപിക്കുന്ന മറ്റൊരു യുവതിയായ സൗജന്യയുടെ പേരിലുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ അംഗങ്ങളാണ് ജയന്തി, ഗിരീഷ് മട്ടന്നവർ എന്നിവർ. ലോറി ഉടമ മനാഫും ഇതിന്റെ ഭാഗമാണ്. സുജാത ഭട്ട് തന്റെ അണ്ടറിലാണെന്ന് കഴിഞ്ഞ ദിവസം ജനം ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് മനാഫ് പറഞ്ഞിരുന്നു. ക്ഷേത്ര നഗരിയുടെ നാശം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഗൂഢസംഘമാണ് ആക്ഷൻ കമ്മിറ്റിക്ക് പിന്നിലെന്ന സംശയം ആദ്യം മുതൽക്കേ നിലനിന്നിരുന്നു. സുജാതയുടെ തുറന്നു പറച്ചിലിൽ വ്യക്തമാകുന്നതും ഇതാണ്. ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാനായി മനാഫ് അടക്കമുള്ള ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ കേന്ദ്രീകരിച്ചും ഇനി അന്വേഷണം ഉണ്ടായേക്കും. 2013 ക്ഷേത്ര ദർശനത്തിനെത്തിയ മകളെ കാണാതായി എന്നായിരുന്നു സുജാത ഭട്ട് പറഞ്ഞത്. എന്നാൽ ഇതേ കാലത്ത് മൃഗസ്നേഹി എന്ന നിലയിൽ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് മക്കളില്ലെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അനന്യ ഭട്ടിന്റേത് എന്ന പേരിൽ ഇവർ നൽകിയ ഫോട്ടോ കുടക് സ്വദേശി ജയന്തിയുടേതാണെന്നും കണ്ടെത്തിയിരുന്നു. ധർമ്മസ്ഥലയിൽ JCB കുഴിയെടുക്കുന്നത് ലൈവ് നൽകിയ മലയാളത്തിലെ മറ്റു മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരങ്ങൾ ബോധപൂർവം വാർത്തയാക്കിയിരുന്നില്ല.